Hello, welcome to market discussion of the day. Today, May 14, 2026, Thursday ആണ്. സോ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇന്ന് നമുക്ക് എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ട് റീറ്റെയിൽ സെയിൽസിൻ്റെ ന്യൂസ് ആണ് എന്നുള്ളൊരു കാര്യം നമ്മൾ ഓർമ്മയിൽ വെച്ചിട്ട് വേണം ഇന്നത്തെ ദിവസം ട്രേഡിലോട്ട് ഇറങ്ങാനായിട്ട്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, അതിന് മുന്നേ ആയിട്ട് മാർക്കറ്റ് ഡിസ്കഷന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് ഫോറക്സ് ട്രേഡിംഗ് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ബാച്ച് അടുത്ത തിങ്കളാഴ്ചയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ രാത്രി ഇന്ത്യൻ ടൈമിംഗ് 8:30 മണിക്കാണ് ക്ലാസ് നടക്കുന്നത്. വളരെ ബേസിക് ലെവലിൽ ഒരു ബിഗിനർ ലെവലിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു ക്ലാസ്സാണ്. നമുക്ക് 2 ആഴ്ചത്തെ ക്ലാസ് ആയിരിക്കും. സോ ഒരു ക്ലാസ്സിന് 7 ദിവസത്തെ ക്ലാസ് ആയിരിക്കും. സോ ഒരു ക്ലാസ്സിന് ജോയിൻ ചെയ്യണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും. മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും, എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ അതിന് മുന്നേ ആയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, സോ നമ്മൾ സിഗ്നൽസ് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സോ നമ്മൾ ഇന്നലെയും പറഞ്ഞ കാര്യമാണ് അല്ലേ. സോ ഇന്നലെയും മെനഞ്ഞാന്നും ഒക്കെ സിഗ്നൽസിൻ്റെ മെനഞ്ഞാന്നത്തെയൊക്കെ റിസൾട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇന്നലെ നമുക്ക് 3 ഓപ്പർച്യൂണിറ്റീസാണ് നമ്മൾ തന്നിട്ടുണ്ടായത്. സോ അത് 3 ടാർഗറ്റ് അടിച്ചു എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ ഇത് മൂന്നാമത്തെ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. സോ ഇത് 3 ടാർഗറ്റ് പ്രോപ്പറായിട്ട് ഹിറ്റായിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അതിന് മുന്നേ ഉള്ള ഓപ്പർച്യൂണിറ്റി ഇതായിരുന്നു. എനിക്ക് തോന്നുന്നത് 11:30 ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി കൊടുത്തു, അതും പ്രോപ്പറായിട്ടുള്ള ടാർഗറ്റ് ഹിറ്റായിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇത് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഇടയ്ക്കുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ഇതും പ്രോപ്പറായിട്ട് നമുക്ക് ടാർഗറ്റ് ഹിറ്റായി എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ ബേസിക്കലി നമ്മൾ കൊടുക്കുന്ന ടാർഗറ്റുകളെല്ലാം തന്നെ ഹിറ്റാവുന്നുണ്ട്. സോ ഇത് എന്നും പറഞ്ഞ് ഞാൻ എപ്പോഴും അങ്ങനെ ആവണം എന്നൊന്നുമില്ല. ഓക്കെ, സപ്പോസ് ചിലപ്പം കൊടുക്കുന്ന 3 ഓപ്പർച്യൂണിറ്റീസും ചിലപ്പം സ്റ്റോപ്പ് ലോസ് ഹിറ്റാവാം. ഡെയിലി ബേസ് എന്താ പറയുക, അങ്ങനെ ആവാം. ഇതാണ് മാർക്കറ്റാണ്. സോ മാർക്കറ്റ് നമ്മുടെ കയ്യിലാണ് എന്നൊന്നും ഒരിക്കലും പറയുന്നില്ല. പക്ഷേ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്ത് പോയാൽ നിങ്ങൾക്കൊരു പ്രോഫിറ്റബിൾ ട്രേഡറായി പോവാം. ഓക്കെ, എന്നും പറഞ്ഞ് ലോസ് ഉണ്ടാവില്ല എന്നുള്ളതല്ല, ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു ലോങ്ങർ ടേമിലൊരു പ്രോഫിറ്റബിൾ ട്രേഡറായി പോകാം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. സോ ഈ ഒരു ഗ്രൂപ്പിൽ കയറണം എന്നുള്ള ആൾക്കാർക്ക് എനിക്ക് ഡയറക്റ്റ്ലി മെസ്സേജ് അയക്കാം. എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ആ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, സോ എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾ ഡീറ്റെയിൽസും കൂടെ ഒന്ന് ഇടണേ. ഓക്കെ, സോ ഡീറ്റെയിൽസ് ഇട്ട് ഞാൻ നമ്പർ സേവ് ചെയ്തതിന് ശേഷം ഞാൻ ആ ഗ്രൂപ്പിലോട്ട് നിങ്ങളെ ആഡ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, സോ എനിവേസ് കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ഫണ്ടമെൻ്റൽസിലോട്ട് പോവാം. സോ ഇന്ന് രാവിലെ 11:30 മണിക്ക് തന്നെ GDP അനൗൺസ്മെൻ്റ് ഉണ്ട്. എവിടെ നിന്നാണ്? GBP, നമ്മുടെ ഗ്രേറ്റ് ബ്രിട്ടീഷ് പൗണ്ട്, അല്ലെങ്കിൽ UK നിന്നുള്ള GDP അനൗൺസ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. GBPയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ സമയത്തിന് മുന്നേ ആയിട്ട് മാറി നിൽക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. ഓക്കെ, നമുക്ക് എന്താ പറയുക, 11 നമ്മൾ ഇതൊന്നും നോക്കണ്ട, ജസ്റ്റ് അതിന് മുന്നേ മാറി നിന്നാൽ മതി. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് വൈകുന്നേരം 6 മണിക്ക് റീറ്റെയിൽ സെയിൽസിൻ്റെ ന്യൂസ് ഉണ്ട്. അതിന് മുന്നേ ആയിട്ട് എന്തായാലും മാറി നിൽക്കുക. 5:30 മുന്നേ ആയിട്ടുള്ള ക്യാൻഡിൽ ഇന്ത്യൻ ടൈമിങ്ങിൽ മാറി നിൽക്കുക എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവാണ്. ഓക്കെ, സോ ഈ ഒരു പോയിൻ്റ് ഓഫ് ടൈമിൽ ഇൻഫ്ലേഷനൊക്കെ ഇങ്ങനെ ഭയങ്കരമായി കൂടി നിൽക്കുന്ന ഈ ഒരു സമയത്ത് നമ്മൾ ഈ റീറ്റെയിൽ സെയിൽസിൻ്റെ സമയത്ത് മാറി നിൽക്കുന്നതായിരിക്കും ബെറ്റർ. സെയിം ടൈമിൽ തന്നെ നമുക്ക് അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിമും ഉണ്ട്. ഓക്കെ, സോ ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിമും വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടിട്ട് 5:30 മുന്നേ ആയിട്ട് മാറി നിൽക്കുക. ഓക്കെ, സോ അതാണ് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞു പോകാനായിട്ടുള്ളത്. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ സൈഡിൽ നിന്നുള്ള ന്യൂസുകൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഡൊണാൾഡ് ട്രംപ് അണ്ണൻ എവിടെ പോയി? ചൈനയിൽ പോയി. കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു US പ്രസിഡൻറ്റ് ചൈനയിൽ പോയിട്ടുണ്ടായിരുന്നു. സോ ഈ ചൈനീസ് പ്രസിഡൻറ്റുമായിട്ടുള്ള US പ്രസിഡൻറ്റിൻ്റെ മീറ്റിംഗ്. ഓക്കെ, സോ അത് ബേസിക്കലി അതൊരു പ്രോപ്പറായിട്ടുള്ളൊരു എഗ്രിമെൻറ്റിലോട്ട് വരിക, ഒരു ട്രേഡ് എഗ്രിമെൻറ്റിലോട്ടൊക്കെ വരികയാണ് എങ്കിൽ അവിടെ ഗോൾഡിൻ്റെ പ്രൈസ് താഴോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഓക്കെ, സോ ഇത് മനസ്സിൽ വെച്ചിട്ട് വേണം ഇന്ന് ട്രേഡ് എടുക്കാനായിട്ട്. സോ വലിയ മൂവ്മെൻറ്റുകൾ ഉണ്ടാവാം. സോ നമുക്കറിയാം, ഞാനൊക്കെ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 1600 ആയിരുന്നു ഗോൾഡിൻ്റെ റേറ്റ്. ഓക്കെ, ഓൾമോസ്റ്റ് ഒരു 4 വർഷം മുന്നേ ആയിട്ടൊക്കെ. സോ ബേസിക്കലി അവിടെ നിന്ന് ഇപ്പോൾ നിൽക്കുന്നത് 2600, 3600, 4600, $3000 വ്യത്യാസത്തിലാണ്. 5600 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. ഓൾമോസ്റ്റ് $4000 എക്സ്ട്രാ മുകളിലോട്ട് 4 വർഷം കൊണ്ട് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത കയറ്റമല്ലേ. അതിലും എനിക്ക് പറയാനായിട്ടുള്ളത്, ഈ ഡൊണാൾഡ് ട്രംപ് ഒക്കെ വരുന്നതിന് മുന്നേ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 2600 ആയിരുന്നു ഗോൾഡിൻ്റെ റേറ്റ് ഇരുന്നത്. അവിടെ നിന്നും
എങ്ങനെ നോക്കിയാലും ഇപ്പോൾ $2000 കൂടിയിട്ടുണ്ട്. അത് ഡൊണാൾഡ് ട്രംപ് പല രാജ്യങ്ങൾക്കും എതിരെ വെച്ചിരുന്ന താരിഫ് അനൗൺസ്മെൻറ്റുകളായിരുന്നു. സോ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു താരിഫ് ചൈനയ്ക്കെതിരെയായിരുന്നു ട്രംപ് കൊടുത്തിട്ടുണ്ടായത്, അല്ലേ? സോ അങ്ങനെ ചൈനയായിട്ടുള്ള ഈ ഒരു മീറ്റിംഗ്, അല്ലെങ്കിൽ ചൈനീസ് പ്രസിഡൻറ്റുമായിട്ടുള്ള ഈ ഒരു മീറ്റിംഗ് ഒരു സമാധാനത്തിലോട്ടെങ്ങാനും പോയാൽ, നമുക്കറിയാം ഈ ഒരു കാരണം കൊണ്ടിട്ടാണ് ഗോൾഡ് ഇത്രയും വലിയൊരു മുകളിലോട്ട് പോയതല്ലേ. സോ മാർക്കറ്റൊക്കെ ഡംപ് ആവാൻ, അല്ലെങ്കിൽ നല്ല രീതിയിലൊന്ന് താഴെ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടായത് കൊണ്ടിട്ട് തന്നെ ഏതൊരു പൊസിഷൻ, അല്ലെങ്കിൽ നേരെ തിരിച്ച് എന്താണ് ഒരു അലസി പിരിയുക, അല്ലെങ്കിൽ അവർ തമ്മിൽ ഒരു ഉടക്കിലാണ്, ഒരു ആർഗ്യുമെൻറ്റിലാണ് അവർ പിരിയുന്നതെങ്കിൽ ഗോൾഡ് മുകളിലോട്ടും പോകാം. ഓക്കെ, സോ സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യാതിരിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഈവൻറ്റ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, പല ആൾക്കാരും ഞാൻ സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ US മാർക്കറ്റിന് മുന്നേ ആയിട്ട് സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യുന്നത് കൊണ്ട് റിസ്ക് ഉണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, സോ ബേസിക്കലി റിസ്ക് ഉണ്ട്. ഓക്കെ, അത് മനസ്സിലാക്കി പോവുക. അതേപോലെ തന്നെ ഇറാനുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് കഴിഞ്ഞ ആഴ്ച അവസാനിക്കും എന്നുള്ളൊരു വിചാരം എനിക്ക് ആക്ച്വലി ഉണ്ടായിരുന്നു. പേഴ്സണലി പറഞ്ഞു കഴിഞ്ഞാൽ പല മാധ്യമങ്ങളും പല രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഒരു എൻഡ് ആവാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലായിരുന്നു. പക്ഷേ അത് എൻഡ് ആയിട്ടില്ല. അത് വലിയൊരു ഫിയറിലോട്ട് ലോകത്തിനെ തന്നെ കൊണ്ടുപോകുന്നുണ്ട്. അതിൽ വേറെ രാജ്യങ്ങളൊക്കെ ഇടപെടുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യങ്ങളിൽ നമ്മൾ ഭയപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു വാർ ഇങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ടിട്ട് തന്നെ ഇപ്പോൾ ഈവൻ ഇന്ത്യയിൽ തന്നെ പ്രധാനമന്ത്രി ജോലിക്ക് പോകുന്ന ആൾക്കാരുടെ അടുത്ത് വർക്ക് ഫ്രം ഹോമിലോട്ട് മാറണം, വലിയ രീതിയിൽ വണ്ടികൾ യൂസ് ചെയ്യാതിരിക്കുക, എണ്ണയുടെ ക്ഷാമം ഉണ്ടാകാൻ പോസിബിലിറ്റി ഉണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്, അല്ലേ? സോ ബേസിക്കലി ഒരു പണ്ടത്തെ നമ്മളൊരു ലോക്ക്ഡൗൺ രീതിയിലോട്ട് ഈ വാർ കൊണ്ടെത്തിക്കുമോ ഇല്ലയോ, അല്ലെങ്കിൽ ഈ വാർ കുറച്ച് കാലം കൂടെ നീണ്ടു പോയാൽ, ഈവൻ വെറും ഒരു 3 മാസം നീണ്ടു നിന്നപ്പോഴാണ് ഈ ഒരു അവസ്ഥ എങ്കിൽ 1 വർഷമൊക്കെ നീണ്ടു നിന്നാൽ ഇതെന്തായി തീരും എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, സോ നമ്മൾ മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പണി കിട്ടും എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കി പോവുക. ഓക്കെ, സോ അതേപോലെ തന്നെ ഇന്ത്യൻ ഗവൺമെൻറ് ഒരു മാസീവ് ടാക്സ് ഹൈക്ക് ഗോൾഡിൻ്റെ കാര്യത്തിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇമ്പോർട്ട് ഡ്യൂട്ടി 6% നിന്ന് 15% പോയി. ഓക്കെ, സോ അത് ഒരു പവനെ ഓൾമോസ്റ്റ് ഒരു 10,000 രൂപയാണ് ഒരു പവൻ്റെ മേളിൽ ഉണ്ടായത്. ഓക്കെ, സോ ബേസിക്കലി ഇന്നലെ ഈ ഒരു കാര്യത്തിന് ശേഷം ഫിസിക്കലി ഗോൾഡ് വിൽക്കാനായിട്ട് എൻ്റെ അമ്മ എന്നെ വിളിച്ച് ചോദിച്ചു, ഗോൾഡ് വിൽക്കണോ വേണ്ടയോ എന്നുള്ളൊരു കാര്യം ചോദിച്ചു. അപ്പോൾ എനിക്ക് ആക്ച്വലി അറിയില്ലായിരുന്നു, ഗോൾഡിന് വലിയ റേറ്റ് ഇല്ല എന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അമ്മ നമ്മുടെ ജ്വല്ലറിയിൽ വിളിച്ച് ചോദിച്ചപ്പോൾ ജ്വല്ലറിക്കാരൻ പറഞ്ഞ എന്താ വെച്ചാൽ, മെനഞ്ഞാന്ന് 1,12,000 പവന് നിന്ന വില ഇന്നലെ 1,20,000 രൂപയ്ക്ക് എന്തോ ആണ് വിറ്റത് ഒരു പവൻ. സോ ഓൾമോസ്റ്റ് അത്രയും വലിയൊരു ഹൈക്ക് നമ്മളുടെ ഗോൾഡിൻ്റെ പ്രൈസിൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഗ്ലോബൽ സിനാരിയോയിൽ അത് ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. സോ ഇന്നലെ മെനഞ്ഞാന്നൊക്കെ ഓൾമോസ്റ്റ് ഒരേ പ്രൈസിൽ കിടന്ന് കളിക്കുന്നതാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, സോ ബേസിക്കലി എന്താ പറയുക, ഇതൊക്കെയാണ് നമ്മളുടെ പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. ഉറപ്പായിട്ടും അതിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്കറിയാം. എന്താണ് ഫെഡറൽ ചെയർമാനായിട്ട് നോമിനിയുടെ ന്യൂസ് ഇന്നലെ 12:10 AM ഇന്നലെ രാത്രി നടന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അത് 2-3 ദിവസമായിട്ട് നടക്കുന്നുണ്ടെന്ന് നമുക്കറിയാം, അല്ലേ? സോ കെവിൻ വാഷ് എന്ന് പറയുന്ന പുതിയ ഫെഡറൽ ചെയർമാൻ ആയിട്ടുണ്ട്. ഓക്കെ, സോ അത് എങ്ങനെ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ, അതിൽ നമ്മുടെ പഴയ ഫെഡറൽ ചെയർമാനായിട്ടുള്ള ജെറോം പവൽ എവിടെയും പോകുന്നില്ല. പുള്ളിക്കാരൻ എന്ത് ചെയ്യാം, ആ ഫെഡ് ബോർഡ് ഓഫ് ഗവർണേഴ്സിൽ തന്നെ ഉണ്ടാകും, 2028 വരെ ഉണ്ടാകും എന്നുള്ളൊരു കാര്യം ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ അങ്ങനെ വരുമ്പോൾ 2 ബോസുകൾ ഒരു ഫെഡറൽ ചെയറിൽ ഉണ്ടാകും ചാൻസ് ഉണ്ട്. ഉറപ്പായിട്ടും ഈ കെവിൻ വാഷ് എടുക്കുന്ന ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടണോ കുറയ്ക്കണോ എന്നുള്ളൊരു തീരുമാനത്തിൽ ഉറപ്പായിട്ടും പവൽ ഇടപെടും. ഓക്കെ, ഇടപെടുമ്പോൾ അവിടെ ഒരു അൺസർട്ടനിറ്റി ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ അവിടെ ഒരു ഡിസഗ്രിമെൻ്റ് ഉണ്ടാകാനായിട്ടുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ഓക്കെ, സോ ബേസിക്കലി അതിനുള്ള റീസൺ എന്താ വെച്ചാൽ, നമ്മളുടെ ഈ ഡൊണാൾഡ് ട്രംപും ഈ പറയുന്ന ജെറോം പവലും തമ്മിൽ ഉടക്കായിരുന്നു. ഓക്കെ, അവർ തുടക്കം മുതലേ ഒരു പ്രശ്നത്തിലായിരുന്നു, അവർ തമ്മിൽ ഒരു ഫ്രിക്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ പലവട്ടം നമ്മുടെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. സോ ബേസിക്കലി ഈ പറയുന്ന ജെറോം പവൽ എന്ന് പറയുന്ന ആൾ എന്താ പറയുക, ഡൊണാൾഡ് ട്രംപ് പറയുന്ന കാര്യങ്ങൾ അതേപോലെ
കേൾക്കുന്ന ഒരാളല്ല. പുള്ളിക്കാരന് നല്ല രീതിയിൽ, അതായത് ഫെഡ് യു എസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ നല്ലതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ള. ഓരോ ആൾക്കാർക്ക് ഓരോ ഒപ്പീനിയൻസ് ആണ്. സോ എനിവേയ്സ്, പുള്ളിക്കാരൻ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാൻ തയ്യാറല്ല. കാരണം ഇൻഫ്ലേഷനൊക്കെ കൂടി നിൽക്കുന്നൊരു ഈ ഒരു സമയത്ത് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കേണ്ട എന്ന് തന്നെയാണ് പുള്ളിക്കാരൻ്റെ തീരുമാനം. ഓക്കെ, സോ പക്ഷേ ഡൊണാൾഡ് ട്രംപിന് ആക്ച്വലി എന്ത് വേണം? ഈ പറയുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കണം. ഓക്കെ, സോ കെവിൻ വാഷും ആക്ച്വലി ഹോക്കിഷ് ആണ്. ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടി തന്നെ വെക്കാനായിട്ട് നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ പുള്ളിക്കാരന് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് പ്രഷർ ഉണ്ടാകുമ്പോൾ പുള്ളിക്കാരൻ ഈ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് ഈ ഒരു വീക്കെൻഡോട് കൂടി ഗോൾഡ് ഈ ഒരു റീസൺ കൊണ്ടിട്ട് തന്നെ മുകളിലോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ ഇതിനെ നമ്മൾ വാഷ് എഫക്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ബേസിക്കലി നമ്മളുടെ പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, സോ നമ്മുടെ ഇന്നത്തെ ടെക്നിക്കൽ സൈഡിലോട്ട് വരാം. ടെക്നിക്കൽ സൈഡിലോട്ട് നമുക്ക് എല്ലാ ദിവസത്തെയും പോലെ ഗോൾഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഗോൾഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബേസിക്കലി ഞാൻ ഇന്ന് മാർക്കറ്റ് ഡിസ്കഷനിൽ ഞാൻ പറയുമ്പോൾ ഒരൊറ്റ ഓപ്പർച്യൂണിറ്റീസൊക്കെ പറഞ്ഞു പോകത്തുള്ളൂ കേട്ടോ. സോ ഗോൾഡിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഗോൾഡ് ഇപ്പോൾ എവിടെ നിൽക്കുന്നു? ഗോൾഡ് ഇപ്പോൾ 4693. ഓക്കെ, ഇവിടെയാണ് ഗോൾഡ് നിൽക്കുന്ന ഒരു പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് കഴിഞ്ഞ ക്യാൻഡിൽ നമുക്കറിയാം വലിയൊരു മൂവ്മെൻറ്റ് ഉണ്ടായി അല്ലേ? ഒരു 1 അവർ ക്യാൻഡിൽ എടുത്താൽ 4668 ടു 4712. സോ ഇന്നലത്തെ ടോട്ടൽ മൂവ്മെൻറ്റ് കഴിഞ്ഞ ഒരു 1 അവറിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, സോ എനിവേയ്സ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ വെച്ചാൽ ഇന്നത്തെ റേഞ്ച് ഐ ആം എക്സ്പെക്റ്റിംഗ് എ റേഞ്ച് ബിറ്റ്വീൻ 4670 ടു 4730 ആണ് ഇന്നത്തെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഫോർ യു എസ് സെഷൻ. ബിക്കോസ് യു എസ് സെഷനിൽ നമുക്ക് റീറ്റെയിൽ സെയിൽസ് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ഉണ്ട്. ഓക്കെ, സോ ഇന്നത്തെ ഒരു ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 4680 അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. 4668 താഴെ സ്റ്റോപ്പ് ലോസ് നിർബന്ധമായിട്ടും വെച്ച് പോവുക. ടേക്ക് പ്രോഫിറ്റ് നിങ്ങളുടെ ഇഷ്ടം പോലെ ഔചിത്യം പോലെ വെച്ച് പോവുകയും ചെയ്യുക. ഓക്കെ, നേരെ നമ്മളുടെ സെൽ ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 4680 താഴെയായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നത് കണ്ടാൽ മാർക്കറ്റ് അവിടെ എന്താ പറയുക, ഒരു 1 അവർ ക്യാൻഡിൽ അല്ലെങ്കിൽ 4 അവർ ക്യാൻഡിലൊക്കെ അവിടെ വന്ന് സ്റ്റാർട്ട് ചെയ്ത് അവിടെ സസ്റ്റെയിൻ ചെയ്ത് കണ്ടാൽ അവിടെ നിന്ന് താഴോട്ട് പോകുന്നൊരു കാഴ്ച ആയിരിക്കും നമ്മൾ മിക്കവാറും കാണുന്നത്. അവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 4705 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരും. ടേക്ക് പ്രോഫിറ്റ് 4640-45 റേഞ്ചിൽ TP വെച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, സോ ഇന്നത്തെ നമ്മളുടെ ഗോൾഡിൻ്റെ സപ്പോർട്ട്, ഇനിഷ്യൽ സപ്പോർട്ട് 4680, രണ്ടാമത്തെ സപ്പോർട്ട് 4645 ഓക്കെ, നമ്മളുടെ റെസിസ്റ്റൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 4715 നമ്മളുടെ ഇനിഷ്യൽ റെസിസ്റ്റൻസും. ഓക്കെ, സോ മേജർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 4780 അടുത്താണ് മേജർ റെസിസ്റ്റൻസ്. ഓക്കെ, പക്ഷേ ഉറപ്പായിട്ട് നമ്മൾ 30 അവിടെ റെസിസ്റ്റ് ചെയ്തേക്കാം. ഓക്കെ, സോ ഇതാണ് എനിക്ക് ഗോൾഡിൻ്റെ ഒരു ഓവർവ്യൂ പറഞ്ഞു പോകാനായിട്ടുള്ളത്. നമ്മൾ നേരെ GBP USDയിലോട്ട് വരാം. GBP USD ഇപ്പോൾ കറൻ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1.3517 നിൽക്കുന്നു. ഇന്നത്തെ കറണ്ട് റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ 1.3480 ടു 1.3580 ആണ് ഇന്നലത്തെ അല്ലെങ്കിൽ മാക്സിമം 1.3550 വരെയൊക്കെയാണ് ഇന്നത്തെ പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളൂ. ഓക്കെ, സോ നമുക്കൊരു ട്രെൻഡ് ആക്ച്വലി നമുക്കൊരു ബെയറിഷ് തന്നെയാണ് വീണ്ടും എനിക്ക് പറയാനായിട്ടുള്ളത്. നമുക്ക് നമ്മുടെ GBP USD നമുക്ക് ഓൾമോസ്റ്റ് ഒരു 1.3550 അവിടെ നിന്നൊക്കെ സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ടിട്ട് തെറ്റില്ലാത്ത കാര്യമാണ്. 1.3500 അവിടെ നിന്ന് ബൈ ചെയ്തുകൊണ്ടും ചെയ്ത് പോവുകയും ചെയ്യാം. ഓക്കെ, സോ നേരെ നമ്മളുടെ USD JPYയിലോട്ട് വരാം. ചെറിയ ടാർജറ്റ് 40 പിപ്പ് 50 പിപ്പിൻ്റെ ടാർജറ്റ് എടുത്ത് മാറുക GBP USD ഒക്കെ ട്രേഡ് ചെയ്യുമ്പോൾ കേട്ടോ. ഓക്കെ, നമ്മൾ നേരെ നമ്മളുടെ അണ്ണൻ USD JPYയിലോട്ട് വരാം. 152.928 നിൽക്കുന്നു. ഓക്കെ, എങ്ങോട്ടാണ് പ്രൈസ് എന്ന് ചോദിച്ചാൽ ഇന്നത്തെ ഒരു റേഞ്ച് എക്സ്പെക്റ്റ് ചെയ്യുന്നത് 157.50 ടു 158.60 വരെയൊക്കെയാണ് ഇന്നത്തെ റേഞ്ച് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ബിഫോർ റീറ്റെയിൽ സെയിൽസ്. ഓക്കെ,
നമ്മളുടെ ഇന്നത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി 157.50 അവിടെ നമുക്ക് ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർ 156.80 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കുക. ഓക്കെ, നേരെ നമ്മൾ തൽക്കാലം നമ്മുടെ USD JPY ബൈ ഓപ്പർച്യൂണിറ്റി മാത്രമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ നമ്മൾ യൂറോ USDയിലോട്ട് വരാം. 1.1712 നിൽക്കുന്നു. 1.1700 അവിടെ നിന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാൻ വേണമെന്നുണ്ടെങ്കിൽ 1.1700 അവിടെ ബൈ ചെയ്യുന്ന ആൾക്കാർ 1.1680 താഴെ സ്റ്റോപ്പ് ലോസ് സെല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. 1.1790 1.1780 അവിടെയൊക്കെ സെല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. 1.1840 മുകളിൽ സ്റ്റോപ്പ് ലോസ് വെക്കാം. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. ഉറപ്പായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിക്കോ ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച് പറയുക, അവരുടെ അടുത്ത് കയറാനായിട്ട് പറയുക. അതേപോലെ തന്നെ നമ്മളുടെ എന്താ പറയുക, നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിലോട്ട് കയറാനായിട്ട് നിങ്ങൾക്ക് ലിങ്ക് എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനകത്തോട്ട് നിങ്ങൾക്ക് ആക്സസ് തരാം. അതേപോലെ ബ്രോക്കർ, നിങ്ങൾ നല്ലൊരു ബ്രോക്കർ നോക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്നെ വിളിച്ചു കഴിഞ്ഞാൽ നല്ല ബ്രോക്കേഴ്സിനെ കുറിച്ച് പറയുകയും ആ ബ്രോക്കേഴ്സിൽ ഞാൻ നിങ്ങളുടെ ഡയറക്റ്റ്ലി ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജറായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.